റിസോർട്ട് ജീവനക്കാരൻ തൂങ്ങി മരിച്ചു. നഷ്ടപ്പെട്ടത് ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇങ്ങോട്ട് വരും കേട്ടോ. അവൻ വരണമല്ലോ. അവൻ വരാൻ വേണ്ടിയല്ലടാ ഞാനിവിടെ വന്നിരുന്ന് വായിക്കണേ. മധുരമായ പ്രതികാരം വെച്ചിട്ട് മച്ചമ്പി മാസ. ഇത് മധുരമല്ല, ഇത് ഇച്ചിരി കഴിക്കും. നീ നോക്കിക്കോ, കുറച്ച് കഴിയട്ടെ. വരുന്നുണ്ട്. ഓ എന്തോ ആ വരുന്നു. അങ്ങോട്ട് മാറിയില്ല. ഞാൻ വിളിച്ചില്ല. ഫ്ലീറ്റ് ചെയ്ത് ആരെ വിളിച്ചിട്ടാ പോയെ? ഫോണിയ ആരോ വിളിച്ചതാ. ഫോൺ വിളിച്ചു. രാജ്യത്ത് കിടന്ന് കുറെ നേരം കൊണ്ട് വിളിച്ചോണ്ടിരിക്കുന്നു. എന്ത് പറയണമെന്നറിയാൻ പോയല്ലേ. ആ ചേട്ടനോട് കാര്യം പറ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഹലോ കര, എന്താണ് നീ ഫോൺ എടുക്കുന്നത്? എത്ര തവണ വിളിച്ചായി? ഞാൻ എന്ത് എനിവേ താങ്ക്സ്. രാവിലെ DDT പാർട്ടിയുടെ ഒരു അൻസാർ മെമ്പർ വിളിച്ചിരുന്നു. അവിടെ നിന്ന് കുടിയെടുത്ത് മാറ്റാനും വീടോ പാലമോ കടയോ എന്ത് വേണോ പണിതാണെന്ന് പറഞ്ഞു. നമസ്കാരം ദാദാവേ, നന്ദിയുണ്ട്. നമസ്കാരം. ഇതാണ് മറ്റേ കൂട്ടുകാർ ഇന്നലെ വന്ന് നേരിട്ട് വന്ന് കണ്ട് കാര്യം സാധിക്കാണ്ട് സമ്മതിക്കരുത്. എന്താണ് മിസ്റ്റർ അജിത്ത്, കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ? ഓക്കെ ഓക്കെ, വളരെ നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. അൻസാറിനെ ഞാൻ എല്ലാം ചുമതലപ്പെടുത്തിയിരുന്നു. വിളിച്ചു വളരെ നന്ദിയുണ്ട് ദാദാവേ. ഞാൻ വേണ്ട നിർദ്ദേശം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കനകനളിയൻ ഒരു ആവശ്യം പറയുമ്പോൾ ഞാനെങ്ങനെ അത് നിരസിക്കും? ഇപ്പോൾ കനകൻ്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ അത് വ്യത്യാസമില്ലല്ലോ. പിന്നെ ഒന്നും നോക്കാനില്ല. പാർട്ടിക്കുള്ളിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട്, നീരസം. അതൊന്നും നോക്കണ്ട. ഞാൻ പറയണതാണ് കാര്യം കേട്ടോ. ഈ DDT പാർട്ടിയില്ലേ, എന്റെ അളിയൻ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല. ഈ സന്തോഷത്തില് ഇതൊന്ന് ആഘോഷിക്കണം. സഹോദരന്മാരെ തെറ്റിദ്ധരിക്കരുത്. രണ്ടുപേരെയും ഞാൻ കൊണ്ടുപോകും, അതുപോലെ തിരിച്ചുണ്ടാക്കാം. ഞാനൊന്ന് ഈ വേഷം മാറിയിട്ട് വന്നോട്ടെ. ഓക്കെ, പെട്ടെന്ന് വരും. സ്നേഹത്തോടെ വിളിച്ചാൽ നിരസിക്കുന്നത് ശരിയല്ലല്ലോ. എവിടെ എവിടെ ഞാനൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ കാര്യങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് ആ നടരാജനും പുരുഷനും ഇപ്പോൾ വരും. രാവിലെ ഇല്ല, രാവിലെ അല്ല, നാളത്തെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് തന്നെ ഒട്ടിക്കണം കേട്ടോ. അത് ഒട്ടിക്കാൻ പോകും. അവസാനം കീരിയും പാമ്പും ഒന്നിച്ച് നമ്മൾ പുറത്ത്. ഇതിന്ന് മനസ്സിലായില്ലേ, അവര് കൂടുമ്പോ അങ്ങ് കൂടും. പാലം വലിക്കാൻ കാത്തു നിന്നവൻ ഇതേപോലെ നിൽക്കേണ്ടി വരും. അതെ അച്ചാച്ചാ, പോസ്റ്റർ ഒട്ടിക്കാനുള്ള മൈദ ഇവിടുന്ന് കൊണ്ടുപോവോ അത് അവര് കൊണ്ടുവരുവോ? അയ്യോ അതെ, ഓടിക്കോ, ദഹിപ്പിച്ചു കളയും. നോക്കി അമ്മ, എനിക്ക് പേടിയൊന്നും, ഞാൻ പോകുന്നില്ലേ. എനിക്കും പേടിയാ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പാവം.